അങ്ങനെ ജനാധിപത്യത്തിന്റെ ആഘോഷ ദിനം അതിന്റെ അവസാന ക്ലൈമാക്സ് മണിക്കൂറുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒഫീഷ്യൽ ക്ലൈമാക്സ് കഴിഞ്ഞു, പക്ഷേ പിന്നെ അങ്ങോട്ട് 2-2.5 മണിക്കൂറൊക്കെ നീണ്ടുപോകുമോ ഈ ക്യൂ തീരാൻ എന്നതാണ്. കാസർഗോഡും അതേപോലെ അല്ലേ? സാരംഗിന്റെ വിവരങ്ങളുമായി സാരംഗ്, പൊതുവെ സംസ്ഥാനത്തുടനീളം വലിയ രീതിയിലുള്ള ഒരു ആവേശം വോട്ടിങ്ങിനോട് കണ്ടു. ഈ അവസാന മണിക്കൂറൊക്കെ കാസർഗോഡ് എന്താണ് അവസ്ഥ? അവിടെയും നല്ല പോളിംഗ് ശതമാനമുണ്ട്. അതെ അതെ, ക്ഷമയുണ്ടോ ആളുകൾക്ക്? അതാണ് അറിയേണ്ടത്. എനിക്ക് തൊട്ടുപിറകിലെ കാണുന്ന ഒരു വലിയ ജനക്കൂട്ടത്തിനെ കാണാം. ഇനിയും 130 ആളുകളാണ് ഇവിടെ ടോക്കൺ വാങ്ങി വോട്ട് ചെയ്യാനായി കാത്തിരിക്കുന്നത്. ഈ ബൂത്തിനകത്ത് ഇത്തിഹാദുൽ ഇസ്ലാം ALP സ്കൂളിനകത്ത് 1145 വോട്ടർമാരുള്ള ബൂത്തിനകത്താണ് ഇനിയും 130 വോട്ടർമാർ വോട്ട് ചെയ്യാനായി അക്ഷമരായി കാത്തിരിക്കുന്നത്. പലർക്കും ക്ഷമ നഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്നതെന്ന് തന്നെ പറയാം. എന്നിരുന്നാലും തങ്ങളുടെ സമ്മതിദാനാവകാശം പൂർണ്ണമായും വിനിയോഗിച്ച ശേഷം മാത്രമേ ഇവിടെ നിന്ന് മടങ്ങുകയുള്ളൂ എന്നുള്ളൊരു തയ്യാറെടുപ്പിലേക്ക് തന്നെ, അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് തന്നെ ആളുകൾ എന്തുകൊണ്ട് ലേറ്റ് ആവാൻ കാരണം എങ്ങനെ? അത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ്. കാരണം വളരെ സ്ലോ ആണ് ഇവിടുത്തെ ഈ 125-ാം ബൂത്ത്. വളരെ സ്ലോയിലാണ് പോകുന്നുള്ളത്. രാവിലെ തൊട്ടേ അങ്ങനെയാണ്. അതിപ്പോ ഞങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ആണുങ്ങൾക്ക് കുറച്ച് മാറിക്കൊടുത്തുകൊണ്ട് കുറച്ച് നമ്മൾ ക്യൂ ജാസ്തിയായിട്ട് കാണുന്നുണ്ട്. ഞങ്ങൾ 4 മണിക്ക് ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾ ഒരുപാടുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് വൈകിയാൽ ഒരു ബുദ്ധിമുട്ടാണെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് മാറിയുന്നു. അവർ എല്ലാം വോട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ഇപ്പോൾ 6 മണിക്ക് ശേഷമാണ് ഇപ്പോൾ ടോക്കൺ കിട്ടിയിട്ടുള്ളത്. അതിന് എത്ര സമയമാവുമെന്ന് കണ്ടറിയണം. 100ലധികം ആൾ. 6 മണി കഴിഞ്ഞിട്ടും പോളിംഗ് സ്ലോ രാവിലെ സ്ലോ ആണ്. ഞങ്ങൾ പലപ്പോഴും പല രീതിയിൽ അവർ ഉണർത്തിയാണ്. പക്ഷെ അവരതിനെ മാറ്റാനോ പുതിയൊരു ഉദ്യോഗസ്ഥർ നിയമിക്കാനോ മറ്റോ അവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വേദന. ഈ സ്കൂളിൻ്റെ ചരിത്രത്തിൽ 2 ബൂത്തുണ്ട് ഇവിടെ. ഈ 2 ബൂത്തിൽ ഈ അടുത്ത കാലം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 6 മണിക്ക് ഇത്രയും വലിയൊരു ക്യൂ ഉള്ളത്. അത് തന്നെ മനസ്സിലാക്കുന്നുണ്ട് ഈ ബൂത്തിലുള്ള ഈ പോളിംഗ് ഉദ്യോഗസ്ഥരോട് അനാസ്ഥയും അവരുടെ സ്ലോ ആയ നടപടിയാണ് ഇത്രയും വൈകാൻ കാരണമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തായാലും ഉദ്യോഗസ്ഥരുടെ മെല്ലെപ്പോക്ക് തന്നെയാണ് ഈ ഒരു രീതിയിലുള്ള ഒരു പ്രതിസന്ധിയോടെ ഉണ്ടാക്കിയതെന്നുള്ള അഭിപ്രായമാണ് വോട്ടർമാരുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത്. കാരണം മുൻകാലങ്ങളിലൊക്കെ തന്നെ കൃത്യമായി നടക്കുന്നു. കാരണം ഇവിടെ 2 ബൂത്തുകളുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ബൂത്തിൽ പൂർണ്ണമായും എല്ലാ വോട്ടിംഗ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട എല്ലാ മുഴുവൻ നടപടികളും പൂർത്തീകരിച്ച് ഉദ്യോഗസ്ഥർ തയ്യാറായി നിൽക്കുന്നു. ഇപ്പോഴും വലിയൊരു തിരക്ക് നമുക്കിപ്പോഴും കാണാൻ സാധിക്കും. ഇവിടെ ഏകദേശം 6 മണിക്ക് ശേഷം ഇവിടെ 130-135ഓളം ടോക്കൺ കൊടുത്തുകൊണ്ടാണ് വോട്ട് ക്യൂ നിന്നിട്ടുള്ളത്. വളരെ മന്ദഗതിയിലായിരുന്നു. അകത്തുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സ്ലോ മോഷനിലുള്ള പരിപാടി മുന്നിക്കൊണ്ടുപോയതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു മന്ദഗതി എത്തിയത്. ഇപ്പോൾ നല്ല രീതിയിൽ പോളിംഗ് നടക്കുന്നുണ്ട്. വോട്ട് ചെയ്ത ആൾക്കാരും ഈ പരാതി പറഞ്ഞിരുന്നു. അതെ ഒരുപാട്. എൻ്റെ വീട്ടിൽ നിന്ന് 2 പ്രാവശ്യം എൻ്റെ ഉമ്മ, പ്രായമുള്ള ഉമ്മ വന്ന് ആദ്യം വോട്ട് ചെയ്തു പോയി. മറ്റുള്ളവർ വന്ന് തിരിച്ചു പോയി. ഒരുപാട് ക്യൂവിൽ നിന്നുകൊണ്ട് അവസാനം തിരിച്ചു പോയി. വീണ്ടും വന്നു 2 പ്രാവശ്യം വരേണ്ടി വന്നു. വോട്ട് ചെയ്യാൻ പറ്റാത്ത വോട്ട് ചെയ്യാൻ പതുങ്ങി. അതിനുശേഷം വൈകുന്നേരം വന്ന് വീണ്ടും വോട്ട് ചെയ്തു. ഇപ്പോൾ ഏകദേശം 100ഓളം പേര് വോട്ട് ചെയ്യാൻ ബാക്കിയിരിക്കുകയാണ്. നല്ല രീതിയിൽ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ചേരൂർ സ്കൂളിലെ വലിയ ഇത്തരത്തിലുള്ളൊരു നീണ്ട വരികണ്ട്. പല വോട്ടർമാരും ഇവിടെ നിന്ന് മടങ്ങിപ്പോയി എന്നടക്കമുള്ള പരിഭവവും പരാതികളൊക്കെ തന്നെ വോട്ടർമാരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. എന്തായാലും യുവാക്കളുടെ അതുപോലെ തന്നെ പല പ്രായത്തിലുള്ള പുരുഷന്മാരുടെ വലിയൊരു നീണ്ട നിര കാണാം. എന്നാൽ ഇവിടെ സ്ത്രീകൾക്ക് നേരത്തെ തന്നെ ഒരു സമാന്തര സംവിധാനം ഇവിടെ ഒരുക്കി കൃത്യമായി സ്ത്രീകൾക്ക് വോട്ട് പോൾ ചെയ്ത് മടങ്ങാനുള്ള ഒരു സംവിധാനം ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരുമിച്ചെടുത്ത് അതോടൊപ്പം തന്നെ നാട്ടുകാരും അതോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു തീരുമാനമാണ് എടുത്തു പോയിരിക്കുന്നത്. ശരി, എന്തായാലും ആവേശകരമായ നിലയിൽ ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നു. ഇനിയിപ്പോൾ എല്ലാവരും ഒരു കാര്യമുണ്ട്, എല്ലാ ഉദ്യോഗസ്ഥരും ഇപ്പോൾ ഇത് വൈകിപ്പിച്ചോളണം എന്നൊന്നും ഇല്ല. കാരണം ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ നേരിട്ടുള്ള സംവിധാനമാണ്. അതുകൊണ്ട് ഇത് കൃത്യതയോടെ ചെയ്യണമെന്നുള്ള ഒരു ഉറച്ച ബോധ്യമുണ്ട്. പലരും ടെൻഷനോടെ ആയിരിക്കും ഈ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് തന്നെ പോകുന്നത്. അപ്പോൾ നമ്മളെല്ലാം ഈ ഉദ്യോഗസ്ഥരുടെ പ്രശ്നമാണ്. ചിലയിടത്തൊക്കെ ഉണ്ടാവും ചില പ്രശ്നങ്ങളും. നമ്മൾ പലപ്പോഴും റെയിൽവേ സ്റ്റേഷനിൽ ചില ക്യൂ വളരെ പെട്ടെന്ന് അല്ല, ഞാൻ നോട്ട് കഴിഞ്ഞപ്പോൾ 2 ബൂത്തുകളിൽ നീണ്ട ക്യൂ ആണ്. ഞാൻ ചെല്ലുന്ന ബൂത്തിൽ ആരും ഇല്ലായിരുന്നു. ഞാൻ അപ്പൊ അങ്ങനെ സംഭവിക്കാതെ അതിനുള്ളൊരു സ്കില്ലുണ്ടാവും. വളരെ പെട്ടെന്ന് കാര്യങ്ങൾ കഴിയും. ചിലരത് വളരെ സൂക്ഷ്മതയോടെ പരിശോധിച്ചൊക്കെ വരുമ്പോൾ സമയം പരിശോധിച്ചില്ലെങ്കിൽ അവസാനം കള്ളവോട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ നെഞ്ചത്തേക്ക് ആളുകൾ കയറുന്ന സാഹചര്യം. ഇനിയിപ്പോ നിവർത്തിയൊന്നുമില്ല, കുറച്ചു നേരം കാത്തു നിൽക്കേണ്ടി വരും എന്നുള്ള കാര്യം. പക്ഷെ നമ്മൾ ഏറ്റവും വലിയ നമ്മുടെ അവകാശമാണ് ആ വിനിയോഗിക്കുന്ന ഒരു അഭിമാന ബോധത്തോടെ കാത്തു നിൽക്കാൻ നമുക്ക് രസമല്ലേ? പിന്നെ 4-ാം തീയതി വരുമ്പോൾ ഞാൻ ഇത്രയും മണിക്കൂറുകൾ കാത്തു നിന്നാണ് അതിന്റെ റിസൾട്ട് അറിയാനുള്ള ഒരു ആവേശം. ഇല്ലല്ലോ അല്ലേ? ഇല്ലില്ല. ശരി.